കീം 2025 സ്റ്റുഡൻസിൻ്റെ എല്ലാവരുടെയും കീമിൻ്റെ റിസൾട്ട് വന്നു കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഒരുപാട് പേര് ഇപ്പോൾ റിസൾട്ട് വന്നിട്ടുണ്ട്. മാർക്ക് കുറഞ്ഞവരുണ്ട്, കൂടിയവരുണ്ട്, അങ്ങനെ ഒരുപാട് ഡിഫറെൻ്റ് ആൾക്കാരുണ്ട്. ഇന്ന് ഞാൻ നിങ്ങളുടെ അടുത്ത് പറയാൻ പോകുന്നത്, നിങ്ങൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയം, അതായത് ഫസ്റ്റ് ഇയറിൽ നിങ്ങൾ പഠിക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് ഇങ്ങോട്ട് ഇൻറ്റേൺഷിപ്പ് നേടിയെടുക്കാൻ പറ്റുന്ന, അതായത് പെയ്ഡ് ഇൻറ്റേൺഷിപ്പ് കിട്ടുന്ന ഒരു കിടിലൻ കമ്പനി കിട്ടുന്ന ഒരു കോളേജിനെ കുറിച്ചാണ് ഞാൻ പറയാൻ പോകുന്നത്. ഇവിടെ IITയോ അല്ലെങ്കിൽ NITയോ അങ്ങനത്തെ ഒന്നുമല്ല ഞാനിവിടെ പറയാൻ പോകുന്നത്. ഞാനിവിടെ ഒരു വെറൈറ്റി കാര്യങ്ങളെക്കുറിച്ചാണ് പറയുന്നത്. എന്താണ് ഞാൻ പറയുന്നത്? അതായത് ഞാൻ പറയാൻ പോകുന്നത് പൊളാരിസ് സ്കൂൾ ഓഫ് ടെക്നോളജി, അതായത് പൊളാരിസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കൊന്ന് വ്യക്തമായിട്ട് പറയണം. ഇത് സാധാരണ നിങ്ങൾ പഠിക്കുന്ന പോലത്തെ ഒരു കോളേജ് അല്ല. ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മേധാവി സ്കിൽസ് യൂണിവേഴ്സിറ്റിൻ്റെ അണ്ടറിലാണ് വരുന്നത്. ഒരു ന്യൂ ഏജ് ടെക് സ്കൂളാണിത് മെയിനായിട്ട്. ഇറ്റ്സ് ഫൗണ്ടേഴ്സ് എന്ന് പറഞ്ഞാൽ IIT അതേപോലെ തന്നെ മൈക്രോസോഫ്റ്റിലൊക്കെ വർക്ക് ചെയ്ത ആൾക്കാരാണ് ഇതിൻ്റെ ഫൗണ്ടേഴ്സ്. ആൻഡ് ദേ ഓൾസോ ഹാവ് ക്രിയേറ്റഡ് എ കമ്പനി. അവർ കമ്പനി ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. ഏകദേശം 5,000 crore വരെ വർത്ത് ഉണ്ടായിട്ടുണ്ടായിരുന്ന നമ്മുടെ ക്ലാസ് പ്ലസ് എന്ന് പറയുന്നതിൻ്റെ ഫൗണ്ടേഴ്സും കൂടിയാണ് ഇവരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. നമ്മുടെ മെയിൻ ആൾക്കാരെന്ന് പറഞ്ഞാൽ മുകുൽ റുസ്താക്കിയാണ്. അയാൾ IITയിലൊരു അലൂമിനിയാണ്. അതേപോലെ തന്നെ ബസ്വത് അഗർവാൾ ഉണ്ട്. അവരെന്ന് പറഞ്ഞാൽ എക്സ് മൈക്രോസോഫ്റ്റ് ആണ്. ഈ രണ്ട് പേരുമാണ് ഇതിൻ്റെ ഫൗണ്ടേഴ്സും കാര്യങ്ങളും വരുന്നത്. അപ്പം നമ്മൾ ഈ ഒരു കോളേജിനെ കുറിച്ച് പറയുകയാണെങ്കിൽ, നിങ്ങൾ സാധാരണ പഠിക്കുന്ന ടൈപ്പ് കോളേജല്ല. ഇവിടെ മെയിൻ വരുന്ന കോഴ്സ് എന്ന് പറഞ്ഞാൽ CS ഇൻ AI ആൻഡ് ML ആണ്. ഓക്കെ, CS-ൻ്റെ കൂടെ AI ML ആണ് ഇവിടെ വരുന്ന മെയിൻ കോഴ്സുകൾ. ആൻഡ് ഇവിടുത്തെ പ്രത്യേക കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ, ഇവിടുത്തെ റിസൾട്ടും കാര്യങ്ങളൊക്കെ നമ്മൾ ശ്രദ്ധിച്ച് നോക്കുകയാണെങ്കിൽ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ, ഇവിടെ 11 സ്റ്റുഡൻസ് ഏകദേശം ഗൂഗിൾ സമ്മർ കോഡ്, അതായത് ഗൂഗിൾ സമ്മർ കോഡ് ക്രാക്ക് ചെയ്ത ഒരുപാട് സ്റ്റുഡൻസ് ഉണ്ട്. അവർക്ക് 2.5 lakh per month വരെ കിട്ടിയിട്ടുണ്ട്. ഈ പെയ്ഡ് ഇൻറ്റേൺഷിപ്പ് വരെ ക്രാക്ക് ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. അപ്പോൾ ഞാൻ ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ, ഇത് കംപ്ലീറ്റ്ലി ഒരു നിങ്ങൾ ഉദ്ദേശിക്കുന്ന പോലത്തെ ഒരു സംഭവമല്ല. ഇത് കംപ്ലീറ്റ്ലി ഒരു വെറൈറ്റി ജോബ് ഓറിയൻറ്റഡ്, എന്ന് വെച്ചാൽ ജോബ് ഓറിയൻറ്റഡ് ആയിട്ട് നിങ്ങൾക്ക് നേടാനാണ്. സാധാരണ ഒരു സ്കൂളിൽ പോയി എക്സാം ചെയ്ത് അല്ലെങ്കിൽ കോളേജിൽ പോയി എക്സാം അങ്ങനത്തെ പരിപാടികളില്ല. ഇവിടെ നിങ്ങൾ മെയിനായിട്ട് ഇവർ ചെയ്യാൻ പോകുന്നൊരു പരിപാടി എന്ന് പറഞ്ഞാൽ 5,000 hours ഓഫ് കോഡിങ്, 5,000+ hours ഓഫ് കോഡിംഗ് ആണ് ഇവിടെ വരിക. 5,000 hours ഓഫ് കോഡിങ്. അപ്പം തന്നെ നിങ്ങൾ ഇൻഡസ്ട്രി എക്സ്പേർട്ടായിട്ട് മാറുന്നത്. വെച്ചാൽ ഇൻഡസ്ട്രിക്ക് ആവശ്യമുള്ള ലെവലിൽ എന്തൊക്കെയാണോ കോഡിങ് കാര്യങ്ങൾ നിങ്ങൾ പഠിക്കേണ്ടത് അത് ഫുള്ള് നിങ്ങൾക്ക് ഇവിടെ പഠിപ്പിച്ചു തരും. ഓക്കെ, ഫുൾ കാര്യങ്ങൾ നിങ്ങൾക്ക് ഇവിടെ നേടിത്തരും. ആൻഡ് മോസ്റ്റ് ഇമ്പോർട്ടൻ്റ്, നിങ്ങൾക്ക് ഇവിടെ മെൻറ്റർഷിപ്പാണ് മെയിനായിട്ട് അവർ പ്രൊവൈഡ് ചെയ്യുന്നത്. ഒരു ടീച്ചർ സ്റ്റുഡൻ്റ് എന്ന നിലയിലേക്ക് നിങ്ങളുടെ മെൻറ്റേഴ്സ് ആയിരിക്കും. ഓക്കെ, നിങ്ങൾക്ക് വേണ്ട മെൻറ്റർഷിപ്പ് കാര്യങ്ങൾ അവർ പ്രൊവൈഡ് ചെയ്യും. അതേപോലെ തന്നെ നിങ്ങൾക്കിപ്പോൾ ഒരു സ്റ്റാർട്ടപ്പ് ക്രിയേറ്റ് ചെയ്യാൻ ആഗ്രഹം ഉണ്ടായിരിക്കുക. ഫൈനൽ ഇയർ കഴിഞ്ഞ് ഒരു സ്റ്റാർട്ടപ്പ് ക്രിയേറ്റ് ചെയ്യാൻ ആഗ്രഹം ഉണ്ടായിരിക്കുക. നിങ്ങൾക്ക് ഇവിടുന്ന് ഫണ്ടിങ് ലഭിക്കും. അതായത് പൊളാരിസ് നിങ്ങൾക്ക് ഫണ്ട് ചെയ്യും. അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ, എന്ന് വെച്ചാൽ ഈ ഒരു വരാൻ വന്ന AI യുഗത്തിലൊക്കെ നിങ്ങൾക്ക് എന്താണോ വേണ്ടത് അങ്ങനത്തെ ഒരുപാട് കാര്യങ്ങളാണ് പഠിക്കുക. ഒരിക്കലും ഔട്ട്ഡേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളൊന്നുമില്ല. നിങ്ങൾക്ക് കറക്റ്റ് എന്താണോ ആവശ്യം അതാണ് ഇവിടെ മെയിനായിട്ട് നിങ്ങൾക്ക് തരിക. ഓക്കെ, അതായത് ഓരോ ഇയറിലും നിങ്ങൾക്ക് 4 രീതിയിൽ സ്റ്റെപ്പുകളും കാര്യങ്ങളൊക്കെ ഉണ്ട്. ആദ്യം നിങ്ങളെ ബേസിക്സ് ആണ് പഠിപ്പിക്കുക. ബേസിക്സ് പഠിപ്പിച്ചതിൻ്റെ ശേഷം നിങ്ങളെ DBMS, അതിൻ്റെ കൂടെ തന്നെ AI ML കാര്യങ്ങളൊക്കെ പഠിപ്പിക്കും. പിന്നെ അതിന് ശേഷം നിങ്ങൾ എന്ത് ചെയ്യും, ഡെവോപ്സ് ആക്കി മാറ്റും. പിന്നെ നിങ്ങൾക്ക് അതിനൊക്കെ ശേഷം പിന്നെ പ്രോജക്റ്റ് കാര്യങ്ങൾ, അങ്ങനെ ഒരുപാട് കാര്യങ്ങളാണ് നിങ്ങൾക്ക് ഇതിൽ വരാൻ വന്നത്. അപ്പോൾ ഈ ഒരു കോളേജിനെ കുറിച്ച് വളരെ ഡീറ്റെയിൽഡ് എക്സ്പ്ലെയിൻ ചെയ്യുമ്പോൾ നമ്മൾ പ്രധാനപ്പെട്ട ഒരു കാര്യം കൂടി പറയാനുണ്ട്. ഈ വർഷം ഏകദേശം ഇത്രയും ഈ ഒരു ഇവിടെ കാണിക്കുന്ന ഈ 20 lakhs-ഓളം ഇവർ നേടിയെടുത്തിട്ടുണ്ട്. പിന്നെ ഇവിടെ മെയിനായിട്ട് പറയാനുള്ള ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, നിങ്ങൾക്ക് ഇൻഡസ്ട്രി ആക്സസ് ആണെന്ന് വെച്ചാൽ ഇൻഡസ്ട്രീൻ്റെ കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ ഇൻഡസ്ട്രീൻ്റെ ഒരു കേസ് വരെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇവിടെ മെയിനായിട്ട് നിങ്ങൾക്ക് മൈക്രോസോഫ്റ്റിൻ്റെ ഒക്കെ ഓഫീസ് നിങ്ങൾക്ക് ഇവിടെ വിസിറ്റ് ചെയ്യാൻ പറ്റും. മൈക്രോസോഫ്റ്റ് ഓഫീസൊക്കെ നിങ്ങൾക്ക് വിസിറ്റ് ചെയ്യാനൊരു ചാൻസ് ഉണ്ടാവും നിങ്ങൾ പഠിക്കുന്നവരുടെ കൂട്ടത്തിൽ. അപ്പോൾ നിങ്ങൾക്ക് ഒരുപാട് വെറൈറ്റി കാര്യങ്ങളാണ് മെയിനായിട്ട് ഇവിടെ വരിക. ആൻഡ് ഈ കോളേജ് വരുന്ന ലൊക്കേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബാംഗ്ലൂരിലാണ് വരുന്നത്. അപ്പോൾ കോളേജിൻ്റെ ലൊക്കേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വരുന്നത് ബാംഗ്ലൂരിലാണ് കറൻ്റ്ലി ഉള്ളത്. അതേപോലെ തന്നെ ബാംഗ്ലൂരിലാണ് ഈ ലൊക്കേഷൻ വരുന്നത്. ആൻഡ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത് 1.75 lakh സ്ക്വയർ ഫീറ്റ് ആണ് ഇതിൻ്റെ ഒരു ഏരിയ വരുന്നത്. ഇതിൻ്റെ ചുറ്റും ഏകദേശം 1000-ഓളം കമ്പനീസ് വരെ വരുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കുക, ഇവിടെ അഡ്മിഷൻ പ്രോസസ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ കൃത്യമായിട്ട് എങ്ങനെ ഉണ്ടാവും,
നിങ്ങൾ ശ്രദ്ധിക്കുക, ഇതിന് ഒരു PAT ടെസ്റ്റ് ഉണ്ടാവും. ഓക്കെ, PAT ടെസ്റ്റ് ഉണ്ടാവും. ആ ടെസ്റ്റിന് ശേഷമായിരിക്കും നിങ്ങൾക്ക് എന്ത് ചെയ്യുക, അഡ്മിഷനും കാര്യങ്ങളൊക്കെ പ്രൊവൈഡ് ചെയ്യുക. അതേപോലെ തന്നെ 45 മിനിറ്റിൻ്റെ MCQ ടെസ്റ്റാണ്. ഓക്കെ, MCQ ടെസ്റ്റാണ്. ഓക്കെ, അപ്പോൾ ആ ഒരു ടെസ്റ്റ് ബേസിസ് ആയിരിക്കും നിങ്ങളെ അവർ അഡ്മിറ്റൊക്കെ ചെയ്യുക. അപ്പോൾ ലിങ്ക് കമൻറ്റ് ബോക്സിലും ഡിസ്ക്രിപ്ഷനിലും ലിങ്കും കാര്യങ്ങളൊക്കെ ഞാൻ കൊടുത്തിട്ടുണ്ട്.